أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصاعق حذر الموت والله محيط بالكافرين. صدق الله العظيم. കപടവിശ്വാസികളുടെ രണ്ടാമത്തെ ഉപമ അള്ളാഹു പറയുകയാണ്. ഒന്നാമത്തെ ഉപമ مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കപടവിശ്വാസികൾ മൊത്തത്തിൽ രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗം അവർക്ക് ആദ്യം ഹിദായത്ത് ഉണ്ടായിരുന്നു, ദീനീ കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ പോയതാണ്. അവരെ കുറിച്ചാണ് തീ കത്തിച്ചിട്ട് അതിൻ്റെ പ്രകാശം ചുറ്റുഭാഗത്ത് കാണുമ്പോഴേക്ക്, അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങുമ്പോഴേക്ക് ആ പ്രകാശം നഷ്ടപ്പെട്ട് ഇരുട്ടിൽപ്പെട്ടവർ എന്ന് അല്ലാഹു പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഈ വിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നേരത്തെ വിശ്വാസം ഉണ്ടാകുക പിന്നെ പോവുക, അങ്ങനെയല്ല. ഒരു മൊത്തത്തിൽ സംശയാലുക്കളാണ്. ഖുർആന്റെ ഓരോ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് തോന്നുന്നു ഒന്നാണ്ട് വിശ്വസിച്ചാലോ എന്ന് തോന്നും. കുറച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസം പോവുകയും ചെയ്യും. ഇങ്ങനെ മിനിഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസം ഇടക്ക് അവരെ സ്വാധീനിക്കാറുണ്ട്. പക്ഷെ അതിൽ അവർ ഉറച്ചേക്കൂല. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും തടീച്ചയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ പ്രലോഭനത്തിന് അടിമപ്പെട്ടും ഒക്കെ അവർ ആ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നവരാണ്. അവരെ കുറിച്ചാണ് ഈ ഉപമ എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഔ കസയ്യിബിൻ മിനസ് സമാ, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെയാണ്. ഇവിടെ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ എന്ന് പറയാൻ കാരണം, ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, കടലിലെ നീരാവി മൊത്തം ഉയർന്നിട്ട് അതാണ് താഴേക്ക് പെയ്യുന്നത്, വേറൊന്നുമില്ല. അത് തീരെ ഇല്ല എന്നൊന്നുമല്ല, അതുണ്ട്. പക്ഷെ അത് മാത്രമല്ല. അത് മാത്രമാണെങ്കിൽ ഇവിടുന്ന് ഉയർന്ന നീരാവിയുടെ തോതും വരുന്ന പേമാരിയുടെ തോതും കണക്കൂട്ടിയാൽ ഏതായിരിക്കും കൂടുതൽ? മഴ തന്നെയാണ് കൂടുതൽ. ആ ബാക്കിയുള്ള വെള്ളം എവിടുന്ന് വന്നു എന്ന ചിന്ത അവിടെ വേറെ ഉണ്ട്. ആ മേലോട്ട് പോകുന്ന നീരാവിക്കും മഴക്കും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ അത് മാത്രമല്ല എന്നത് വിളിച്ചോതുന്നതാണ് ഔ കസയ്യിബിൻ മിനസ് സമാഇ എന്ന വാക്ക്. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെയാണ്. ഫീഹി, അതിലുണ്ട് ളുലുമാത്തുൻ, ഇരുളുകളുണ്ട്. എന്താണ് ഇരുള്? മഴ പെയ്യുന്ന രാത്രിയാണെങ്കിൽ ആ ഒരു ഇരുള്, കാർമേഘത്തിന്റെ ഒരു ഇരുള്, മഴത്തുള്ളികൾ വന്ന് വീഴുന്ന സമയത്തുള്ള മൂടിയ ഒരു ഇരുള് വേറെ, അങ്ങനെ ഇരുളുണ്ട്. വബർഖുൻ, മിന്നലുണ്ട്. വറഅദുൻ, ഇടിനാഥമുണ്ട്. ഫീഹി ളുലുമാത്തുൻ വബർഖുൻ വറഅദുൻ, ഫീഹി ളുലുമാത്തുൻ വറഅദുൻ വബർഖുൻ യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം. യജഅലൂന, അവർ വെക്കുന്നതാണ്, ആക്കുന്നതാണ്. അസാബിഅഹും, അസാബിഅ എന്ന് നേരെ പറഞ്ഞ വിരലുകൾ എന്നാണ്. വിരലുകൾ ഒന്നായിട്ട് സത്യത്തിൽ ചെവിടിന്റെ ഉള്ളിൽ കിടൂല, തലപ്പേടുള്ളൂ. എന്നിട്ടും വിരലുകൾ മൊത്തം ഇടുക എന്ന് പറയാൻ കാരണം അവരുടെ പേടിന്റെ ഊക്കൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളെങ്കിലും എല്ലാം കൂടി ഇട്ടതുപോലെയാണ്. യജഅലൂന അസാബിഅഹും, അവരുടെ ചെകിടുകളിൽ അവർ വിരലുകളെ ഇടുന്നതാണ്. മിനസ് സവാഇഖി, ഇടിങ്ങണ്ട് പൊട്ടുന്ന സമയത്ത് പേടിച്ചിട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി വിരലി ചവിട്ടിലിടും. ഹദറൽ മൗത്ത്, മരണം പേടിച്ചിട്ടാണ്. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അള്ളാഹു കാഫിര്യങ്ങളെ വലയം ചെയ്ത് അറിയുന്നവനാണ്. ഇവിടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അർത്ഥം അതാണ്. ഈ രണ്ടാമത്തെ വിഭാഗം ഇടക്ക് വിശ്വാസത്തിൽ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ മങ്ങും, പിന്നെ പോവും, പിന്നെ നിഷേധികളാവും. അങ്ങനത്തെ ആളുകൾ മൊത്തത്തിൽ ഒരു അങ്കലാപ്പിലാണ്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു അങ്കലാപ്പിലാണ്. ഈ മഴയും ഇടിയും മിന്നലും രാത്രിന്റെ ഇരുളും
ഒക്കെ കൂടിയായിട്ട് പുറത്തിറങ്ങുന്ന ആളെ അവസ്ഥ പോലെയാണ്. അവരിങ്ങനെ ആ മിന്നൽ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ മിന്നലാണെങ്കിൽ അതിന്റെ പ്രകാശത്തിൽ കുറച്ചാണ് നടക്കും. മിന്നലാണ്ട് കൂടി ഇടിയാണ്ട് കുട്ടിയെ ചവിടാണ്ട് പൊത്തുപോലെ മഴയും പെയ്തു ഇരുട്ടുമായി. എന്നാ ചെറിയ ഉപകാരം ഉണ്ടേനോ ഇങ്ങനെയൊക്കെ കൂടിയുള്ള ഒരു അവസ്ഥയിലാണ് അവര്. ചിലപ്പോ ഇങ്ങനെ ആ വിശ്വാസം എന്നത് ചമയുന്ന കാരണത്താൽ ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടിയിട്ട് ചെറിയ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചില സമയത്ത് ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊടുത്തിട്ട് അള്ളാഹു തആല ആയത്തിറക്കുമ്പോൾ അതുകൊണ്ട് താങ്ങാൻ കഴിയണില്ല. പിന്നെ ഇവരുടെ ഈ ഇച്ഛയ്ക്ക് വിരുദ്ധമായ ഒരുപാട് ആയത്തുകൾ ഇറങ്ങും. യുദ്ധത്തിന് പങ്കെടുക്കുക, അതുപോലെയുള്ള നോമ്പ് വെക്കുക, അതുപോലെയുള്ള ആയത്തുകളൊക്കെ അതൊന്നും ഇവർക്ക് സഹിക്കാനും കഴിയണില്ല. ഇങ്ങനെയൊക്കെ കൂടെയുള്ള ഒരു അങ്കിലാപ്പിലും പ്രശ്നത്തിലുമാണ് അവര്, ഉള്ളിൽ ഈമാനില്ലാത്ത ആളുകൾ. അതിന് വേറെ ഒരു അർത്ഥതലുണ്ട്. ഔ കസയ്യിബിൻ മിനസ് സമാ, ആകാശത്ത് നിന്നുള്ള മഴ പോലെ എന്ന് പറഞ്ഞാൽ വഹി വന്നത് ആകാശത്ത് നിന്നാണ്, മേലേന്നല്ല ഇറങ്ങിയത്. ജിബി ഇസ്ലാം നസലൽ അമീനു എന്നല്ല പറഞ്ഞത്. നുസൂൽ എന്ന് പറഞ്ഞാൽ മേലേന്ന് താഴേക്ക് ഇറങ്ങുന്നതിനാ പറയാം. അല്ല ഭൂമിന്റെ അടിയിൽ നിന്നല്ലല്ലോ വഹിയേറ്റ് വരുന്നത്, മേലേന്ന് വരുന്നത്. അപ്പോ മേലേന്ന് വരുന്ന മഴ പോലെ എന്ന് പറഞ്ഞാൽ ഇൽമ പോലെ എന്നാണ്. മഴയിലുള്ളതൊക്കെ ഇൽമിലുണ്ട്. മഴയിൽ എന്താ ഉള്ളത്? മഴ പെയ്താൽ വരണ്ട് കിടക്കുന്ന ഭൂമി പച്ചപ്പായി സജീവമാവും. കൽബൊരു ഭൂമിയാണ്. അത് തഖ്വയില്ലാതെ വരണ്ട് കിടക്കുമ്പോ അവിടേക്ക് അള്ളാന്റെ ഇൽമാണ്ട് വന്നാൽ ആ പേമാരി കൊണ്ട് അതിൽ തഴച്ച് വളരും. സസ്യലതാദികൾ ഉണ്ടാവും, പഴങ്ങൾ ഉണ്ടാകും, തഖ്വയുടെ കായ്ക്കനികൾ ഉണ്ടാവും. മഴ പെയ്താൽ മനുഷ്യന്റെ കൽബൊരു ഭൂമിയാണല്ലോ. അതില് വേണ്ട സസ്യങ്ങൾ, അതിന് വേണ്ട ചീര, അതില് വേണ്ട പഴങ്ങള്. ഫീഹി ളുലുമാത്തുൻ. അപ്പൊ ആ മഴ പോലെയാണ്. അതിൽ ളുലുമാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആനിൽ മുത്തശാബിഹത ആയത്തുകൾ ഉണ്ടല്ലോ, അത് വിവരമില്ലാത്ത ആളുകൾക്ക് ഇരുട്ട് തന്നെയാണ്. പൊതുവെ അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. അപ്പൊ അത് ളുലുമാത്ത് തന്നെയാണ്. ഓറായതുൻ, ഇടിയുണ്ട്. കാരണം ചില ആയത്തുകളൊക്കെ ഇടി തന്നെയാണ്. അപ്പൊ ബറക്കുൻ, മിന്നലുണ്ട്. കാരണം ചില ആയത്തുകളൊക്കെ പ്രകാശാണ്. പക്ഷേ യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം, യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം, ഇവര് കൽബില് അവരുടെ ആഗ്രഹങ്ങളാകുന്ന വിരലുകളിട്ട് മൂടിയിട്ടുണ്ട്. എന്തേ? മിനസ്സവായിഖി, അവരുടെ ഹൃദയം പൊള്ളുന്ന ഞെടുങ്ങുന്ന ആയത്ത് കേട്ടിട്ട് നന്നായാലോ എന്ന് പേടിച്ചിട്ട്. ഹദറൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മൂത്തു ഖബല അൻ തമൂതു വഹാസിബു ഖബല അൻ തുഹാസബു ആയത്താണ്, ഹദീസാണ്. മൂത്തു ഖബല അൻ തമൂതു, നിങ്ങൾ മരിക്കണതിന് മുമ്പ് നിങ്ങളൊന്ന് മരിക്കുക എന്നാണ്. എന്താ മരിക്കണതിന് മുമ്പുള്ള മരണം? എന്താ മരിക്കണതിന് മുമ്പുള്ള മരണം? അതുണ്ട്. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ഈ ലോകത്ത് എക്കാലത്തുണ്ടായ പ്രശ്നം ആരാണ്ടാ ഞാനാണ്ടാ എന്നുള്ളതാണ്. പണം കൊണ്ട് ആരടാ ഞാനടാ, പ്രസംഗം കൊണ്ട് ആരടാ ഞാനടാ, സ്വാധീനം കൊണ്ട്, ശേഷി കൊണ്ട്, ഉദ്യോഗം കൊണ്ട്, സ്ഥാനമാനങ്ങളെ കൊണ്ട്, തറവാടിത്തം കൊണ്ട് ആരടാ ഞാനടാ. ഇതാണ് പരക്കെ കണ്ടുവരുന്നത്. സൂറത്തുൽ കഹ്ഫ് പറഞ്ഞില്ലേ, അന അക്തറു മിൻക മാലൻ വഅസ്സു നഫറാ. സുഹൃത്തിനോട് മറ്റാൾ പറഞ്ഞ അന്നേക്കാളും പൈസയും അന്നേക്കാളും കുടുംബം എൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട് മത്സരിച്ചിട്ട് അവസാനം അയാൾ ആകെ തോറ്റില്ലേ. എന്നപോലെ പ്രസംഗ രംഗത്താണെങ്കിലും ഉണ്ട്, സംഘടനാ രംഗത്താണെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ട്. ആരടാ ഞാനടാ. ഇന്ന് പൊതുവെയുള്ള അവസ്ഥകളൊക്കെ അങ്ങനെയാണ്. ആരടാ ഞാനടാ പ്രശ്നങ്ങളാണ്. ആരടാ എന്നൊരാള്, ഞാനടാ എന്ന് മറ്റാള്. പൊതുവെ അങ്ങനെയാണ്. ആ ഒരു അനാനീയത്തിനെ കൊല്ലുക, ആ ഒരു അനാനീയത്തിനെ ഇല്ലാതാക്കുക, അതാണ് മരണം. നഫ്സുൽ അമ്മാറയെ കൊല്ലുക, നിർവീര്യമാക്കുക, അനാനീയത്തിനെ കട്ട് ചെയ്യുക. ഇന്ന അഅതൈനാക്കൽ കൗസർ, പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള എല്ലാ നിയമത്തും ഞാൻ തങ്ങൾക്ക് നൽകിയില്ലേ. അതുകൊണ്ട് സല്ലി റബ്ബിക, അള്ളാഹ്ക്ക് വേണ്ടി 5 വക്ത് നിസ്കരിക്കുക. വൻഹർ, നിങ്ങൾ അനാനീയത്തിനെ അറുക്കുക എന്നൊരു സൂചന അതിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്നിനെ അറുക്കണതിന് മുമ്പ് അനാനീയത്തിനാണ്. ഇവിടെ ഒരു കന്നുണ്ട്, അതിനെയാണ് അറുക്കേണ്ടത്. ഇവിടുത്തെ കന്നിനെ അറുക്കാതെ അവിടുത്തെ കന്നിനെ അറുത്തിട്ടും കാര്യമില്ല. ലാ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഇവന്റെ മനസ്സിലുള്ള ഉരുണ്ടുകൂടിയ അന്ധതയും അഹങ്കാരവും ഖുർആന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടിട്ട് ഖുർആന്റെ ആളായി മാറുമെന്ന് പേടിച്ചിട്ട് യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ആർത്തിയുടെ മൂടി വെച്ച് മൂടുന്ന ആളുകൾ. എന്താണ്? മിനസ്സവാഇഖ ഹദറൽ മൗത്ത്, ഇടിനാദം പോലെയുള്ള ആയത്തുകൾ കേട്ടിട്ട് മരണം പേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ മരണം. മൂത്തു ഖബല അൻ തമൂതു, നിങ്ങൾ മരിക്കണതിന് മുമ്പ് നിങ്ങളൊന്ന് മരിച്ചു കൊടുക്കുക.
മരിക്കണിനും മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് രക്ഷപ്പെടാനുള്ള ഏക എളുപ്പമാർഗം. അതാണ്. ഞാനൊന്നുമല്ല, ഞാൻ ആരോടും ഒന്നിനുമില്ല, എന്നെക്കൊണ്ട് ആർക്കും ഒരു പരിക്കും വേണ്ട, ഞാൻ ഭൂമിയിൽ യംശൂന അലൽ അർളി അങ്ങനെ പറഞ്ഞില്ലേ, വൈബാദുർ റഹ്മാനില്ലദീന യംശൂന ഫിൽ അർളി ഹൗന. യഥാർത്ഥ അടിമകൾ ഭൂമിയിൽ ഭൂമി പോലും അറിയാതെ വിനയാനെതിരായിട്ട് നടക്കുന്നവരാന്ന് പറഞ്ഞില്ലേ. അതുപോലെ പണ്ടൊരു ഇതൊരു സാങ്കല്പിക ചരിത്രമായിരിക്കാം, പക്ഷെ മെസ്സേജ് ഉണ്ട്. ഒരു രാജാവ് പുറത്തിറങ്ങുന്ന സമയത്ത് ആ രാജാവിന്റെ വീട്ടിലുള്ള തത്തമ്മ രാജാവിനോട് പറഞ്ഞു എന്നാണ്, എന്റെ കൂട്ടുകാരനെ കണ്ടാൽ രക്ഷപ്പെടാനുള്ള മാർഗം അറിയണം. അത് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ മതി. എന്നെ പോലെ ഒരു കൂട്ടുകാരനെ, കൂട്ടിലകപ്പെട്ട തത്തയെ കണ്ടാൽ ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങളൊന്ന് ചോദിക്കണം എന്നാണ് പറഞ്ഞേൽപ്പിച്ചത്. സാങ്കല്പികായിരിക്കാം. ഇയാൾ അതൊക്കെ ആയിട്ട് പുറത്തിറങ്ങി ഒരു അങ്ങാടി ചെന്നപ്പോ ഒരാളുണ്ട്, ഒരു കൂട്ടില് തത്തനിട്ടിട്ട് കുറെ തത്തകളുണ്ട്, അതിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. തത്ത വേണോന്ന് വെച്ചിട്ട് കൂട് പൊന്നിച്ചിട്ട് അതിലുള്ള തത്തനെ കാണിച്ചിട്ട് ഇങ്ങനെ വിൽപ്പന നടത്തുകയാണ്. അപ്പൊ ഓർമ്മയായി, വീട്ടിലുള്ള തത്ത പറഞ്ഞല്ലോ സുഹൃത്തിനെ കണ്ടാൽ രക്ഷപ്പെടാനുള്ള വഴി ആരായണമെന്ന്. ഇപ്പോഴത്തെല്ലാം ചോദിക്കേണ്ടത്. അപ്പൊ അവിടെ പോയിട്ട് ആ തത്തമ്മനോട് ചോദിച്ചു, ഇന്നെ പോലത്തെ ഒരു തത്ത എന്റെ കൊട്ടാരത്തിലുണ്ട്, നിന്നെ കണ്ടാൽ രക്ഷപ്പെടാനുള്ള വഴി ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഈ തത്ത 2 കണ്ണുടച്ചിട്ട് അങ്ങോട്ട് വീണു, ചത്തു. പിന്നെ ചത്ത തത്തനെ പെട്ടിയിൽ വെച്ചിട്ടോ കൂട്ടിൽ വെച്ചിട്ടോ വിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇയാളെന്ത് ചെയ്തു, ആ വീണ് കിടക്കുന്ന ചത്തനെ കൂട്ടില് കൈയിട്ടിട്ട് പുറത്ത് കയറിഞ്ഞു, അതിലാണ്ട് പാറിപ്പോയി. ഇപ്പൊ എന്തേ മനസ്സിലായത്? രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് അതാണ്. ഒന്നും അല്ലാതായി കൊടുത്താൽ പെട്ടെന്ന് രക്ഷപ്പെടും. ആൾക്കാർ മെയിൻ്റെ ചെയ്യൂല, അപ്പൊ നമുക്ക് പെട്ടെന്ന് പാലം കിടക്കാനും പറ്റും. അതന്നെ. അപ്പോ ആ ഒരു മരണുണ്ട്. മൂത്തു ഖബല അൻ തുമൂതു, നിങ്ങൾ മരിക്കണേന് മുമ്പ് മരിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വഹാബാക്കളൊക്കെ സത്യത്തിൽ ആദർശത്തിൽ നല്ല ആവേശമുള്ളവരും കൃത്യനിഷ്ഠമുള്ളവരും കാർക്കശ്യമുള്ളവരാണ്. പക്ഷെ താഴേണ്ട സ്ഥലത്ത് അവർ അങ്ങേയറ്റം താഴ്ന്നവരാണ്. അങ്ങേയറ്റം. ഉമർ ഇബ്നുൽ ഖത്താബ് നാടിന്റെ ഭരണം കിട്ടിയപ്പോഴേ ആദ്യം ചെയ്ത പണികളിൽ ഒന്ന് കാട്ടിൽ കയറിയിട്ട് വിറക് വെട്ടിയിട്ട് അത് വിറക് കെട്ടിയിട്ട് തലയിലേറ്റിട്ട് മദീനയുടെ ഊടുവഴികളിലൂടെ നാടിന്റെ ഖലീഫ വിറക് വേണോന്ന് വെച്ച് നടക്കുകയാണ്. വിറക് വേണോന്ന്. ആരാത്? കിസ്റാ കൈസറിന്റെ കോട്ടക്കുത്തളങ്ങളെ വിറപ്പിച്ച ധീരനായ വീരനായ വില്ലാളി വീരനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഭരണം കിട്ടിയ സമയത്ത് കാട്ട് കയറിയിട്ട് വിറക് വെട്ടിയിട്ട് ആ വിറക് കെട്ടുകൾ തലയിലേറ്റ് മദീനയുടെ ഊടുവഴികളിലൂടെ വിറക് വേണോ എന്ന് പറഞ്ഞു നടക്കുക. അപ്പൊ ഒരു മഹാനായ സ്വഹാബി ഇത് കണ്ടു. അവർ ചോദിച്ചു, ഉമറെ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ മദീനന്റെ ഭരണാധികാരിയാണ്, നിങ്ങളെ കാണാനാണ് പുറത്തുള്ള രാഷ്ട്രത്തിലെ രാജാക്കന്മാരും വലിയ വലിയ ആളുകളൊക്കെ നിങ്ങളെ കാണാൻ വരികയാണ്. ആ സമയത്ത് നിങ്ങളിങ്ങനെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ വിറക് വേണമെന്ന് വെച്ച് നടന്നാല് മദീനക്കാർക്ക് അതൊരു മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പണി ചെയ്യരുത്. നിങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല വേണ്ടേ, ആ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാൻ ഉണ്ടാക്കി തരാം, ആ കെട്ട് ഇങ്ങോട്ട് വെച്ചാളി, ഞാൻ വിറ്റരാറ്. അപ്പൊ മൽഖത്താബ് പറഞ്ഞു, ഉറുവത്തെ എനിക്ക് പൈസന്റെ ആവശ്യമില്ല, എനിക്കൊന്നും ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഭരണം കിട്ടിയപ്പോഴേ ഞാൻ അമീറുൽ മുഅ്മിനീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ലോക ചരിത്രത്തിൽ ആദ്യം അമീറുൽ മുഅ്മിനീൻ എന്ന് പറയപ്പെട്ട ഒരേ വ്യക്തി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. സിദ്ദീഖ് റളിയല്ലാഹു പോലും അന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് അറിയപ്പെട്ടിട്ടില്ല. പിന്നീട് പല ആളുകളും എഴുതിയതാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിശേഷിപ്പിക്കപ്പെട്ട ആള് ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ എല്ലാം കൂടി ആയപ്പോ പുറത്തുള്ള നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കലും അഭിനന്ദിക്കലൊക്കെ കൂടി ആയപ്പോ ഉർവത്തെ എനിക്ക് വീട്ടിൽ കിടന്നപ്പോ തോന്നി ഞാൻ തർക്കടില്ല. ആ ഉള്ളിൽ കയറിയിട്ടുള്ള അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഈ ഒരു പണിയില്ലാതെ വേറെ പണിയില്ല. അതുകൊണ്ട് മാറുർവത്തെ വിറക് വേണോ എന്ന് വെച്ചിട്ട് മദീനയുടെ പ്രാന്ത പ്രദേശത്തിലൂടെ മദീനയുടെ രാജാവായ കിസ്റാ കൈസറിന്റെ കോട്ടക്കൊത്തളങ്ങളെ വിറപ്പിച്ച അല്ലേ, അങ്ങനെയല്ലേ? കിസ്റാ വിറക്കും കൈസറും പനിക്കുന്നതാണ്, മിസ്റിൽ മൗഖൗഖിസ് കേട്ടുടനെത്തുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ.
വീരാ വീരാ വില്ലാളി വീരാ രണകേസരി ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ മനസ്സിൽ കയറിക്കൂടിയ ആ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഞാൻ ചെയ്യുന്ന കടുങ്കൈയാണിത്. മാറ് ഉറുവത്തെ, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഈ മാറ്, ഞാൻ ഇന്നൊന്ന് മെരിക്കട്ടെ. വിറക് വേണോ? അതാണ് ഉള്ളിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ. മുഹമ്മദ് മുസ്തഫ. പക്ഷെ അത് ഖുർആൻ കേട്ടുണ്ടാവും, അതിന് കേൾക്കാതിരിക്കൂല. ആർത്തിയുടെ മൂടികൾ ഹൃദയത്തിൽ വെച്ചു. അതാണ് ചവിട്ടില് വിരല് വെക്കുക എന്ന് പറഞ്ഞാൽ ആലങ്കാരികം. ഈ മഹാന്മാരുടെ അഭിപ്രായത്തിൽ ഹൃദയത്തില് ആർത്തികളാകുന്ന വിരല് വെച്ച് മൂടും, ഇതുകൊണ്ട് കേൾക്കാതിരിക്കാൻ. കേട്ട് ഉള്ളിക്ക് കയറിയാൽ ശരിയാവും, പക്ഷെ അതിന് പോലും വരൂല. നമ്മളെ മലപ്പുറത്ത് നാടൻ ഭാഷ പറഞ്ഞാൽ നന്നാവുന്ന മേടിച്ചിട്ട് വേദന വരാത്തവര്. അത് പറഞ്ഞാൽ നമ്മളിലേക്ക് ചേർന്നിട്ട് ശരിയാണ്. ചില മക്കളെ വേദന പറഞ്ഞേക്കൂല വാപ്പിമ്മയും നന്നാവോന്ന് മേടിച്ചിട്ട്. ആ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ കലാ വീട്ടിനെ കണ്ടു. എൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ് നിസ്കാരം അലസന്മാർക്കുള്ള താക്കീത് എന്ന വിഷയത്തിൽ 3 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങൾ വന്നത് പലരും ഒന്ന് പറയാറുണ്ട്. നിസ്കരിക്കാത്ത ഒരുപാട് ആളുകൾ നിസ്കാരം തുടങ്ങിയത് 27 വർഷമായിട്ട് സൗദിയിൽ നിന്നിട്ട് നിസ്കരിക്കാത്ത ഒരാള് നിങ്ങൾ ആ വേള കേട്ടിട്ട് ഞാൻ നിസ്കാരം തുടങ്ങി എന്ന് പറയാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ വേള കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാനും എൻ്റെ വാപ്പിമ്മയൊന്നും നിസ്കരിക്കലില്ല. ഞാൻ കടയിൽ നിന്ന് കഴിഞ്ഞ് തിരിച്ചു പോയാലും ഞങ്ങളെല്ലാവരും കൂടെ ജമാഅത്തായിട്ട് വീട്ടിലിരുന്നിട്ട് ഫിലിം കണ്ടിട്ടാണ് ഉറങ്ങല്. പക്ഷെ നിങ്ങളാ വയലോട് കൂടി ഉള്ളിക്ക് ബത്തപ്പാടാണ് കയറി. നിസ്കാരത്തിന് ഗൗരവത്തിൽ ഞാൻ വന്നു. അപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് കഥകടച്ചിട്ട് പടിഞ്ഞാട്ട് മുസല്ലിട്ടിട്ട് നിസ്കരിക്കും. പിന്നെ ഏഷയും മറ്റൊക്കെ നിസ്കരിച്ചിട്ടാണ് കിടക്കുക. അപ്പൊ പതിവായി സിനിമക്ക് കാണാൻ വരുന്ന ആള് പാപ്പാൻ്റെ ഉമ്മാന്റെ കൂടെ ഇരിക്കാത്തോണ്ട് ഇവർ 2-3 ദിവസം അടുപ്പിച്ച് മോനിങ്ങനെ കൂടെ വന്നിട്ട് ഇരിക്കണില്ല. എല്ലാരും കൂടി ഇരുന്നിട്ടാണ് കാണുക. അപ്പോ ഇരിക്കണല്ലോ, എന്ത് പറ്റി ഓനക്ക് എന്നുള്ളവർക്ക്. മുസ്ലിമീങ്ങളാണേനോ ഇവൻ കഥകടച്ചതിന്റെ പഴുതിൽ കൂടി അവര് നോക്കിയപ്പോ റൂമിൽ നിന്നിട്ട് പടിഞ്ഞാട്ട് മുസല്ലിട്ടിട്ട് നിസ്കരിക്കാണ്. അപ്പൊ അവർ രണ്ടാളും കൂടി തീരുമാനിച്ച് ജിന്ന് കയറിയതായിരിക്കും. എന്നിട്ട് ഇവനെ പിടിച്ചിട്ട് ഏതോ ഒരു ചെങ്ങായിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട്, ഏതോ ഒരു ഹൈവാനാണ്, മുസ്ലിയാരൊന്നുമല്ല, 2-3 ഐക്കല്ലൊക്കെ എഴുതി കെട്ടിട്ട് ജിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട്. എന്താ സംഗതി? വേള കെട്ട് തന്നതാ, നിസ്കാരം കഥ കിട്ടിയതാണ്. ഇതാണ് ഇപ്പൊ വാപ്പാന്റെ ഉമ്മാന്റെ അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുട്ടികളെ നന്നാവാനും വിടൂല. കുട്ടികളെ തമ്മാടികളായി പോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല. കുട്ടികളെ കയ്യിൽ എങ്ങാണ്ടും ദിക്റിന്റെ കൗണ്ടർ വന്നാൽ, അല്ലെങ്കിൽ ഹയ്യാലസ്സലാന്ന് കേൾക്കുമ്പോ പള്ളി കോടി വന്നാൽ അപ്പൊ പേടിയാണ്. എന്തെറ്റി ഇതിപ്പോ എനിക്ക് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല, നന്നായതാണ്, അതിനും വിടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നന്നാവുന്ന പേടിച്ചിട്ട് വാലയേക്കാത്ത ആളുകള്, അത് കപടന്മാരുടെ ലക്ഷണമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم بارك لنا في البر والبحر. اللهم بارك لنا في جميع ما أعطيتنا وقنا شر ما قضيت. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبه. واغفر لنا ولأمهاتنا وآبائنا وأساتذتنا وأزواجنا وذرياتنا. واغفر لمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.